ഓണത്തിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ? സാധ്യതകൾ. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്കപ്പോൾ വാർത്തയിലേക്ക് കടക്കാം. ഈ വർഷം ഓണത്തിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുമോ? ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി പറയാം. ഇതുവരെ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഔദ്യോഗികമായി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ലഭ്യമായ സർക്കാർ ഉത്തരവ് പ്രകാരം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ ഇതോടൊപ്പം മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഓണത്തിന് മുൻപ് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും കൂടി അനുവദിക്കാൻ സാധ്യതയുണ്ടോ? അതിന് ഉത്തരം കണ്ടെത്താൻ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ കാര്യം, കേരളത്തിൽ മുൻകാലങ്ങളിൽ ഉത്സവ സീസണുകളിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്രത്യേക പരിഗണന നൽകിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓണവും വിഷുവും പോലുള്ള പ്രധാന ആഘോഷങ്ങൾക്ക് മുമ്പ് ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം സമയത്ത് ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിച്ച അനുഭവങ്ങൾ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷവും ഓണത്തിന് മുൻപ് കൂടുതൽ സഹായം ലഭിക്കുമോ എന്ന പ്രതീക്ഷ ഗുണഭോക്താക്കൾക്കിടയിൽ ഉയരുന്നത്. രണ്ടാമത്തെ കാര്യം, ഓണം കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ്. ആ സമയത്ത് കുടുംബങ്ങളുടെ ചെലവുകൾ സാധാരണ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, യാത്രാ ചെലവുകൾ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ വരും. ഈ സാഹചര്യത്തിൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിച്ചാൽ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാകുമെന്ന അഭിപ്രായം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, സർക്കാർ ഇതിനകം തന്നെ ഓണത്തോടനുബന്ധിച്ച് നിരവധി ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡുകൾക്കുള്ള ഓണക്കിറ്റ്, സപ്ലൈകോ ഓണച്ചന്തകൾ, സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യധാന്യ വിതരണം എന്നിവയെല്ലാം ഓണക്കാല സഹായ പദ്ധതികളുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ക്ഷേമ പെൻഷനെ സംബന്ധിച്ചും എന്തെങ്കിലും പ്രത്യേക തീരുമാനമുണ്ടാകുമോ എന്ന ചർച്ച സ്വാഭാവികമായും തുടരുകയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുക എന്നത് ഭരണപരമായ ഒരു തീരുമാനം മാത്രമല്ല. അതിന് ആവശ്യമായ സാമ്പത്തിക അനുമതി, ധനവകുപ്പിൻ്റെ അംഗീകാരം, സർക്കാർ ഉത്തരവ് എന്നിവ ആവശ്യമാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം, ട്രഷറിയിലെ ഫണ്ട് സാധ്യത, മറ്റ് ക്ഷേമ പദ്ധതികൾക്കായി അനുവദിക്കേണ്ട തുക എന്നിവയും ഇത്തരമൊരു തീരുമാനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇപ്പോൾ സർക്കാർ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഓണത്തിന് മുൻപ് മറ്റൊരു മാസത്തെ പെൻഷൻ കൂടി അനുവദിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ 3 സാധ്യതകളാണ് കാണുന്നത്. ഒന്നാമത്തെ സാധ്യത, ഓണത്തിന് മുൻപ് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും അനുവദിച്ച് 2 മാസത്തെ സഹായം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക. രണ്ടാമത്തെ സാധ്യത, ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ പതിവ് സമയത്ത് പ്രത്യേകം വിതരണം ചെയ്യുക. മൂന്നാമത്തെ സാധ്യത, ഓണത്തോടനുബന്ധിച്ച് മറ്റേതെങ്കിലും പ്രത്യേക ധനസഹായം, അധിക ക്ഷേമ നടപടിയോ സർക്കാർ പിന്നീട് പ്രഖ്യാപിക്കുക. ഈ 3 സാധ്യതകളിൽ ഏതാണ് നടപ്പിലാക്കുക എന്നത് ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമല്ല. ഇപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം മാത്രമാണ്. 2 മാസത്തെ പെൻഷൻ സംബന്ധിച്ച് ഇതുവരെ പ്രത്യേക സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. എന്നിരുന്നാലും ഓണം അടുത്തു വരുന്നതിനാൽ സർക്കാർ ഭാഗത്തു നിന്നുള്ള ഓരോ തീരുമാനവും ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രതീക്ഷയാണ് നൽകുന്നത്. അവസാനമായി പ്രധാന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. നിലവിൽ ഔദ്യോഗികമായി അനുവദിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷനാണ്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന സർക്കാർ ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല. ഓണത്തിന് മുൻപ് കൂടുതൽ സഹായം പ്രഖ്യാപിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ 2 മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച് വ്യക്തമായ സ്ഥിരീകരണം ലഭിക്കൂ. ക്ഷേമ പെൻഷൻ, ഓണക്കാല ആനുകൂല്യങ്ങൾ, സർക്കാർ പ്രഖ്യാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് എല്ലാ ഔദ്യോഗിക അപ്ഡേറ്റുകളും ലഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻഫോ മീഡിയ ബ്ലോഗായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.